UDF എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ഗ്രൂപ്പാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കും, മുസ്ലിങ്ങൾ അല്ലാത്തവരൊക്കെയും LDF-നെ പിന്തുണക്കണം. ഇതായിരുന്നു നിങ്ങളുടെ ധ്രുവീകരണ വിഭജന അജണ്ട. നിങ്ങൾ നരേറ്റീവ് അതായിരുന്നു. ഈ നരേറ്റീവ് ആർക്ക് ആവശ്യമുള്ള നരേറ്റീവാണ്? RSSന് ആവശ്യമുള്ള നരേറ്റീവാണ്. RSSന്റെ നരേറ്റീവ് മതനിരപേക്ഷ കേരളം തോൽപ്പിച്ച് പുറത്താക്കും. പക്ഷെ നിങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഞങ്ങൾ ഇന്നും നിങ്ങളെക്കുറിച്ച് മതേതര പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ കരുതലും ശ്രദ്ധയുമാണ്. അങ്ങനെയുള്ള ഒരു മതേതര പാർട്ടി ഈ RSSന്റെ പണിയെടുത്തു. അവസാനം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ എന്ത് പറഞ്ഞു? UDF ജയിച്ചാൽ ലീഗ് ഭരിക്കുമെന്നും UDF ഭരിച്ചാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും എന്നും നിങ്ങൾ പറഞ്ഞത് എന്തിനാ? ഇത് തന്നെയല്ലേ മുസ്ലിം പേടി എന്ന് പറഞ്ഞാൽ? ഇത് തന്നെയല്ലേ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ? പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും അടുത്ത ഒരു ടേമിലേക്കുള്ള ഭരണ നിർവഹണ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ സമയത്ത് ജനവിധി എന്താണ് കേരളത്തോട് പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കളോടും ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? തോറ്റവരോടും ജയിച്ചവരോടും പറഞ്ഞു തരുന്നത് എന്താണ് എന്നത് വളരെ പ്രാധാന്യപൂർവ്വം വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് കേരളത്തിൽ പലയിടങ്ങളിലായി ഇതുപോലെയുള്ള പൊതുയോഗം വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു മണ്ഡലത്തിലും മത്സരിക്കാതെ കേരളത്തിലുടനീളം BJP ഭീഷണിയുള്ള മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDF-നെ പിന്തുണയ്ക്കുകയും BJP ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് BJP-യെ തോൽപ്പിക്കാൻ ശേഷിയുള്ള 5 മണ്ഡലങ്ങൾ LDF-ന്റെ മണ്ഡലങ്ങളിൽ LDF-നും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ UDF-നും വോട്ട് കൊടുത്ത് BJP-യുടെ വിജയം തടയുക എന്ന വെൽഫെയർ പാർട്ടിയുടെ ഫാസിസത്തിനെതിരായ നിലപാട്, തെരഞ്ഞെടുപ്പ് നിലപാട് കൂടി പ്രയോഗിച്ചുകൊണ്ടാണ് മൊത്തം കേരളത്തിൽ UDF-നെ വെൽഫെയർ പാർട്ടി പിന്തുണച്ചത്. പാലക്കാട് ജില്ലയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പാലക്കാട് UDF-നും മലമ്പുഴയിൽ LDF-നുമായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചില സവിശേഷതകളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ 2 മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമല്ല. UDF ഭരിക്കും, LDF ഭരിക്കും, ഭരണമാറ്റങ്ങൾ ഉണ്ടാവും. ആ ഭരണമാറ്റങ്ങൾക്ക് രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ ചില രാഷ്ട്രീയം കേരളത്തിന് പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 102 മണ്ഡലങ്ങളിൽ വിജയിച്ച് UDF അധികാരത്തിലെത്തുമ്പോൾ LDF എന്തുകൊണ്ട് തോറ്റു എന്നൊരു ചോദ്യം, അതിൽ LDF-ന്റെ തോൽവി മാത്രമല്ല, കേരളത്തിൽ സംഘപരിവാർ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ, മതനിരപേക്ഷതയെ തകർക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തെ കഴിഞ്ഞ 10 വർഷമായി, സവിശേഷമായി പറഞ്ഞാൽ 5 വർഷമായി ആ ഒരു രാഷ്ട്രീയത്തിന് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ CPM എങ്ങനെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയായതുകൊണ്ട് 102 എന്ന അക്കവും 35 എന്ന അക്കവും ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള അക്കങ്ങളായിട്ട് വളരുകയാണ്. LDF-ന്റെ പരാജയത്തിന്റെ ഒരു പ്രത്യേകത, 13 മന്ത്രിമാർ തോൽക്കുന്നു. ക്യാപ്റ്റൻ തന്നെ 6 റൗണ്ടിൽ പരാജയപ്പെടുകയും 50,000 ഭൂരിപക്ഷം എന്നിടത്ത് നിന്ന് 20,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നു.
അതോടൊപ്പം തന്നെ LDF-ന്റെ കോട്ടകൾ എന്ന് ജനാധിപത്യപരമായി പറയാൻ പാടില്ലാത്ത, എന്നാൽ ആ ജനാധിപത്യ വിരുദ്ധതയുടെ അടയാളങ്ങളായ CPM-ന്റെ കോട്ടകൾ പയ്യന്നൂരും അതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട കണ്ണൂരിലെ മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി പരാജയപ്പെടുന്നതും CPM-ന്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ CPM വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി, CPM-ന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിനെതിരെയും കോർപ്പറേറ്റോക്രസിക്കുമെതിരെയുള്ള ശക്തമായ നിലപാടിലൂടെ മുതിർന്ന നേതാക്കൾ വരെ പാർട്ടി വിട്ടു പോവുകയും ഒക്കെ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടിങ്ങനെ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ LDF-ലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘടകകക്ഷികളായാലും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ പ്രവർത്തകരായാലും ബഹുമാന്യരായ സഖാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടേത് നിങ്ങളോടുള്ള ഒരു വിരോധമോ വിരോധത്തിന്റെ രാഷ്ട്രീയമോ അല്ല. കേരളത്തിന്റെ മതനിരപേക്ഷതയും സോഷ്യൽ ഫാബ്രിക്കുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് നിങ്ങളെ വിചാരണ ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. വെൽഫെയർ പാർട്ടി രൂപീകൃതമായിട്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ആദ്യകാലത്ത് തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടി നീക്കുപോക്കുണ്ടാക്കിയത് CPM-ഉമായിട്ടായിരുന്നു. പഞ്ചായത്തുകൾ ഭരണം പങ്കിട്ടത് അങ്ങനെയായിരുന്നു. വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുള്ളിടത്ത് CPM-ന് സ്ഥാനാർത്ഥികളില്ലായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്. CPM-നോട് സവിശേഷമായ ഒരു വിരോധം വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗുണകാംക്ഷാപൂർവമായ ചില വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ 2 മതേതര പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവണമെന്നും NDA എന്ന് പറയുന്ന വർഗീയ വംശീയതയുടെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ രൂപപ്പെടരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിമർശനങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് LDF ഇങ്ങനെ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൂടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചകളായി പുറത്തു വരുന്നത്. അവർ പറയുന്ന ഉത്തരങ്ങൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട 2 ഉത്തരങ്ങളാണ്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും ദാഷ്ട്യവും ഒക്കെയാണെങ്കിൽ, മറ്റൊന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലുടനീളം നടത്തിയ പത്രസമ്മേളനങ്ങൾ സൃഷ്ടിച്ച മടുപ്പും വെറുപ്പും മറപ്പുമാണ് എന്നാണ് ആ റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. അത് ഒരു പക്ഷേ അങ്ങനെ പറയാം, അതത്രയും ശരിയുമാണ്. പക്ഷേ അതിനപ്പുറത്ത് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് നിങ്ങളുടെ 10 വർഷത്തിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം സൃഷ്ടിച്ച പരിക്ക് എത്ര ഭീകരമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അധികാര തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് മെയ് 4-ന്റെ തലേ ദിവസം രാത്രി 3-ന്, മെയ് 3-ന് വരെ അധികാര തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം മന്ത്രിസഭാ യോഗം വരെ തീരുമാനിച്ചുകൊണ്ട് അത്രക്കും ഒരു കോൺഫിഡൻസോട് കൂടിയായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയനും അതേപോലെ തന്നെ CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച ഉറപ്പായിരുന്നു. അവർക്ക് അവരുടെ ഭരണത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു. അവർ വികസനത്തെക്കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും വാചാലമായി കൊണ്ടിരുന്നു. അതൊക്കെ വോട്ടാകുമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിലാക്കുന്നിടത്ത് നാളിതുവരെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പരാജയപ്പെടുന്നത്. പലപ്പോഴും കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിലാക്കുന്നിടത്ത് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ നടന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയുമായിരുന്നു LDF. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് 3-ാം തീയതി രാത്രി വരെ
എന്തിനേറെ റിസൾട്ട് പുറത്തു വരുന്ന ആ റിസൾട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വരെയും ഉച്ചവരെയും വേണമെങ്കിൽ പറയാം, എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾക്ക് ഞങ്ങൾ തോൽക്കാൻ പോകുന്നു എന്ന് മനസ്സിലായില്ല. ആ മനസ്സിലാവാതിരിക്കുന്നിടത്ത് തന്നെ നിങ്ങളുടെ തോൽവിയുടെ കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിശദീകരണമില്ലാതെ വിശദാംശങ്ങളില്ലാതെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് തോറ്റു, അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. വിശദാംശങ്ങളില്ലാതെ ചുരുക്കി പറഞ്ഞാൽ സമഗ്രാധിപത്യം, ജനാധിപത്യ വിരുദ്ധത, വിഭജന രാഷ്ട്രീയം, അതേപോലെ തന്നെ ഭരണ നിർവഹണത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ആഭ്യന്തര വകുപ്പിലെ കേരള പോലീസിന്റെ നടപടികളും പ്രവർത്തികളും. ഇനി നമ്മൾ ഓരോന്നിടത്ത് പരിശോധിക്കുക. എന്തിനാണ് കേരളത്തിലെ ജനത വീണ്ടും LDF അധികാരത്തിൽ തുടർത്തേണ്ടതിന്റെ കാര്യം? ജനാധിപത്യം ഉണ്ടായിരുന്നോ 5 വർഷം? നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം, അതായത് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും കേരളത്തിൽ ജനാധിപത്യമില്ലായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഒരു ഗേറ്റ്, നോർത്ത് ഗേറ്റ്, LDF അധികാരത്തിൽ വന്ന് അന്ന് അടച്ചിട്ടതാണ്. എന്താണ് നോർത്ത് ഗേറ്റിന്റെ പ്രത്യേകത? നോർത്ത് ഗേറ്റിലേക്കാണ് സമരങ്ങൾ ഉണ്ടാവാറ്, പ്രക്ഷോഭങ്ങൾ വരാറുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ശക്തിയും കരുത്തുമെന്നാണ് പൗരരാഷ്ട്രീയമാണ്. പവർ പൊളിറ്റിക്സിനേക്കാളും ശക്തമാണ് കേരളത്തിന്റെ പൗരരാഷ്ട്രീയം. പൗരരാഷ്ട്രീയം ജനപക്ഷത്തു നിന്ന് നിത്യജീവിതത്തിൽ നിന്ന് അവരനുഭവിക്കുന്ന കൊടിയ ദുഃഖങ്ങളെ മുദ്രാവാക്യങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി രൂപപ്പെടുത്തി സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് പ്രതിഷേധിക്കുമ്പോ നമ്മുടെ കേരളത്തിന്റെ ജനാധിപത്യത്തിന് ശക്തി കൂടുകയാണ്, കരുത്ത് വർദ്ധിക്കുകയാണ്. പക്ഷേ ആ ഗേറ്റാണ് LDFന്റെ 10 വർഷം അടച്ചിട്ടത്. നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെ പറയുന്നത് നമുക്കാർക്കും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. ആ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ? സമരം നടത്തി സമര ഭൂമിയിൽ നിന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നവർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ആ നേതൃത്വത്തിന്റെ മുമ്പിൽ ആ വാതിലുകൾ അടഞ്ഞു കിടക്കും. അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങോട്ട് ആർക്കായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ജനാധിപത്യ വിരുദ്ധത, ഈ സമഗ്രാധിപത്യ പ്രവണത ജനങ്ങളെ, പ്രക്ഷോഭങ്ങളെ, സമരങ്ങളെ അവഗണിച്ചിട്ടുള്ള പോക്ക് കേരളത്തിനോട് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയും LDF ഗവൺമെന്റും പ്രതികരിച്ചിട്ടുള്ളത്? ആശാവർക്കറുടെ സമരത്തെ എത്ര ഭീകരമായിട്ടാണ് പരിഹസിച്ചതും പുച്ഛിച്ചു തള്ളിയതും. സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെയും അതേപോലെ തന്നെ സംഘപരിവാറിനോട് സൗഹൃദ നിലപാട് സ്വീകരിച്ചുകൊണ്ടും രൂപപ്പെടുത്തിയെടുത്ത ഭരണ നിർവഹണത്തിന്റെ ആ ദുരന്തത്തിന്റെ മുമ്പിലാണ് കേരളത്തിലെ ജനത പറഞ്ഞത്, ഇത് ജനാധിപത്യമല്ല, ഇത് സമഗ്രാധിപത്യവും ഏകാധിപത്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തുടരേണ്ടതില്ല എന്ന് ജനം തീരുമാനിക്കുകയായിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു കേരളത്തിന്റെ പോലീസിന്റെ നയം? കേരളത്തിന്റെ പോലീസ് RSSന്റേതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, BJPയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു UDFനെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം, LDFന് അധികാര തുടർച്ചയുണ്ടാവണം. ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്നല്ല BJP പറഞ്ഞത്, LDFന് അധികാര തുടർച്ചയുണ്ടാവണം. അന്ന് തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയ പ്രഭാഷണങ്ങളും അവർ നടത്തിയ പത്രസമ്മേളനങ്ങളും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്? എന്താണ് BJPയുടെ നേതാക്കന്മാർ പറയുന്നത്? UDFന്റെ പരാജയത്തെ കുറിച്ച് മാത്രമല്ല, LDFന്റെ അധികാര തുടർച്ചയെ കുറിച്ച് അവർ പറയാനുള്ള കാരണം അവർക്ക് LDFൽ ഒരു ഘടകകക്ഷിയുടെ സ്ഥാനമുണ്ടായിരുന്നു. അതെന്താ? ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലായിരുന്നു. പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെന്റ് RSSന്റെ കയ്യിലായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ, ബഹുമാന്യനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പോലീസ് RSSന്റെ പോലീസാണ് എന്ന്. ആനിരാജ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, RSSന്റെ പോലീസാണ് എന്ന്. ഈ ആഭ്യന്തര വകുപ്പിൽ ഈ പോലീസിന്റെ അകത്ത് തത്വമസി എന്ന RSSന്റെ ഒരു ഘടകം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൈരളി ചാനൽ പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ്. ഇത് ഞങ്ങൾ ആരുണ്ടാക്കി പറയുന്നതല്ല, ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ RSSഉം
കേരളത്തിലെ BJPയും ആഗ്രഹിച്ചു LDFന്റെ അധികാര തുടർച്ച ഉണ്ടാവണം എന്ന്. അന്ന് തന്നെ ഞങ്ങൾ ഒരു അപകട ഭീഷണി ഇതിന്റെ അകത്തുണ്ട്. അത് കേരളത്തിന്റെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. കേരളത്തിന്റെ ജനത മനസ്സിലാക്കി എന്തുകൊണ്ടാണ് LDFന്റെ അധികാര തുടർച്ച BJP ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ജനത തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, കേരളത്തിലെ ജനത അത് ഗൗരവത്തിൽ എടുത്തപ്പോ ആഭ്യന്തര വകുപ്പ് ഇനിയും RSSന് കൊടുത്തുകൂടാ എന്ന് തീരുമാനിച്ചപ്പോഴാണ് LDFന്റെ അധികാര തുടർച്ചയ്ക്കെതിരെ അവർ പ്രതികരിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, സാമൂഹ്യ നീതി കാറ്റിൽ പറത്തിയ ഭരണമായിരുന്നു ഇത്. അധികാര സ്ഥാനങ്ങളും ഉന്നത പദവികളും മുന്നാക്ക സമുദായങ്ങൾക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ദലിതർക്ക്, പട്ടികജാതി വിഭാഗത്തിന് ഒരു മന്ത്രിയില്ലാത്ത നിയമസഭയായിരുന്നു സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭ എന്ന് നിങ്ങൾ ഓർക്കണം. സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ചരിത്രപരമായ കാരണങ്ങളാൽ ഡിസ്ക്രിമിനേഷന് വിധേയമാക്കപ്പെടുന്ന പിന്നാക്ക വിഭാഗങ്ങളെയും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന സംവരണത്തെ മുന്നാക്ക വിഭാഗങ്ങൾ അത്തരം ചില സമുദായ നേതാക്കന്മാരുടെ അവർ കടിമപ്പണിയെടുക്കും വിധം അവരുടെ തിട്ടൂരങ്ങൾ, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ സാമ്പത്തിക സംവരണം എന്ന വ്യാജേന ഒരു കണക്കുമില്ലാതെ സവർണർക്ക് സംവരണം കൊണ്ടുവന്ന ഗവൺമെന്റാണ്. RSS തീരുമാനിച്ചിട്ടുള്ളായിരുന്നു. RSSന്റെ താല്പര്യമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പോലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഒരു സവർണ സംവരണം കൊണ്ടുവന്നപ്പോ, സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞ് അതിന് വിശദീകരിക്കാൻ ശ്രമിച്ച അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് സവർണ സംവരണമാണ് എന്ന്. ഇന്നത് കേരളം സമ്മതിച്ചു. കേരളത്തിന്റെ മാധ്യമങ്ങൾ ഏറ്റു പറഞ്ഞു. കാരണം അത് സവർണ സംവരണമായിരുന്നു. എന്താ സംഭവിച്ചത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തില് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കായിരുന്ന ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ അവര് നാരുടെ കൂടെയായിരുന്നു. ആ ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ ഇന്ന് കേരളത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയത് UDFനാണ്. എന്തുകൊണ്ടാണ് അവർ UDFന് വോട്ട് രേഖപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാരുടെ ദലിത് സമൂഹത്തിന്റെ വോട്ടിൽ ഏകീകരണം ഉണ്ടായത്? പണ്ടത്തെ പോലെയല്ല. കാരണം നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജൻസി അവരുടെ പ്ലാറ്റ്ഫോം അതാണ്. അവിടെ അംബേദ്കർ ചർച്ച ചെയ്യപ്പെടുകയാണ്. ദലിത് സ്വത്വം ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അവരുടെ അവകാശ നിഷേധങ്ങളും ചരിത്രപരമായ നിഷേധങ്ങളും ഡിസ്ക്രിമിനേഷനുകളും അവരോട് ചെയ്ത വിവേചനങ്ങളും അസമത്വവും ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരാണ് അവർക്ക് ഭൂമി നിഷേധിച്ചതെന്നും അറിവ് നിഷേധിച്ചതെന്നും ഉദ്യോഗം നിഷേധിച്ചതെന്നും അധികാരം നിഷേധിച്ചതെന്നും ആ രാഷ്ട്രീയത്തിന്റെ പേരാണ്, ആ രാഷ്ട്രീയ ഉള്ളടക്കത്തിലാണ് RSS പ്രവർത്തിക്കുന്നത്. അതിനെയാണ് BJP പ്രതിനിധീകരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞൊരു സമുദായമായിട്ട് അവർ മാറുകയാണ്. 51 ദലിത് സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചു ഇത്തവണ UDFനാണ് വോട്ട്. ആ വോട്ട് മുഴുവനും അതധികവും LDFന്റെ വോട്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിന്റെ സാമൂഹിക ഘടനയും അതേപോലെ തന്നെ വോട്ട് പാറ്റേണും വെച്ചുകൊണ്ട് പറയുന്നു, പട്ടികജാതിക്കാരുടെ വോട്ട് BJPയിലേക്ക് പോയിട്ടില്ല. പട്ടികജാതിക്കാരുടെ വോട്ട് അധികവും LDFന്റെ വോട്ടായിരുന്നുവെങ്കിൽ അത് ഇത്തവണ UDFയിലേക്കാണ് പോയത്. അതേ സന്ദർഭത്തിൽ OBCയില് ചില സാമൂഹ്യ വിഭാഗങ്ങളുടെ വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ എങ്ങനെയാണ് CPM RSSന്റെ കൂടെ നിന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടും. തീർച്ചയായിട്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് നമുക്കറിയാം. നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്നവരാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും അവരുടേതായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരിക്കെ പരസ്പര ബഹുമാനത്തോടുകൂടി ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും വേദനകളിലും പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത മത സാമൂഹ്യ വിഭാഗങ്ങൾ. അവർക്കിടയിൽ ഒരു സംഘർഷവുമില്ല. ഒരിക്കലും തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല, മുസ്ലിം പള്ളികൾ ആക്രമിക്കപ്പെടുന്നില്ല, ചർച്ചുകൾ ആക്രമിക്കപ്പെടുന്നില്ല. ആ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ചില ദുശക്തികൾ പണിയെടുത്തപ്പോ, അതൊക്കെ പിടികൂടിയപ്പോ അവരൊക്കെ RSSകാരായിരുന്നു, അവരുടെ സഹകാരികളായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടപ്പോ അവർക്കൊക്കെ ഭ്രാന്താണ് എന്ന് RSSന്റെ പോലീസ്, കേരളത്തിലെ പോലീസ് അങ്ങനെ എഴുതി വെക്കുക ചെയ്തത്. കേരളത്തിൽ അത് വിജയിച്ചിട്ടില്ല.
ഉത്തരേന്ത്യയിൽ അവർ കാണിച്ച പണി കേരളത്തിൽ വിജയിക്കാൻ കേരളത്തിന്റെ ഈ ഭദ്രമായ സോഷ്യൽ ഫാബ്രിക് അനുവദിച്ചില്ല. ആ ഒരു സോഷ്യൽ ഫാബ്രിക്, ആ ഒരു സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കേരളം. അതാണ് കേരളത്തിന്റെ പൊതുബോധം. കേരളത്തിന്റെ പൊതുബോധം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സ്വീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം അനീതി, സാമൂഹ്യ നീതി നിഷേധിക്കുന്ന പദ്ധതികൾ കേരളത്തിന്റെ പൊതുബോധം അംഗീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം ഇസ്ലാമോഫോബിയയെ ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം സവർണ മേധാവിത്വത്തെയും ജാതി വിവേചനത്തെയും ഒരിക്കലും അംഗീകരിക്കില്ല. വംശീയതയെ അംഗീകരിക്കില്ല. ആ കേരളത്തിന്റെ പൊതുബോധത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതികരണങ്ങളായിരുന്നു കേരളത്തിലെ രണ്ട് സിനിമകൾ. ദ കേരള സ്റ്റോറി എന്ന സിനിമയും അതേപോലെ തന്നെ എമ്പുരാൻ എന്ന സിനിമയും. എങ്ങനെയാണ് കേരളം ഈ രണ്ട് സിനിമകളോട് പ്രതികരിച്ചത്? ദ കേരള സ്റ്റോറി, അതിന്റെ ഉള്ളടക്കം എന്താ? അത് RSS പ്രോജക്റ്റ് ആയിരുന്നു. സൗഹൃദത്തിൽ കഴിയുന്ന കേരളത്തിന്റെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, മുസ്ലിങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും, മുസ്ലിങ്ങളും ഇതര എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം തങ്ങളുടെ മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്ന വിഭജനത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ തടഞ്ഞു നിർത്തുന്ന സൗഹൃദത്തിന്റെ ഒരു സാമൂഹ്യ ഘടനയാണ് കേരളത്തിൻ്റെത്. അതിനെ തകർക്കാതെ BJPക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. അതിനെ തകർക്കാതെ RSSന് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. അതിനെ തകർക്കുന്ന പ്രവർത്തനമായിരുന്നു ദി കേരള സ്റ്റോറിയുടെ ഉള്ളടക്കം. അവർ മുസ്ലിങ്ങൾക്കെതിരെ നുണകൾ നിർമ്മിച്ചു, ഒരുപാട് നുണകൾ നിർമ്മിച്ചു, വിദ്വേഷം പ്രചരിപ്പിച്ചു. പക്ഷേ നിങ്ങൾ ഓർക്കണം, ദ കേരള സ്റ്റോറി RSSന്റെ വിഭജന രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ സ്റ്റോറി കേരളത്തില് ചെലവായില്ല, തിയേറ്ററുകളിൽ ഓടിയില്ല. 6 പേര് 7 പേരൊക്കെയാണ് തിയേറ്ററുകളിൽ കാണാൻ വന്നത്. അവസാനം തിയേറ്ററുകൾ കേരളം അതിനെ ബഹിഷ്കരിച്ച് പുറത്തു നിർത്തിയപ്പോ തിയേറ്ററുകൾക്ക് ആ സിനിമയെ തന്നെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ എമ്പുരാൻ വന്നപ്പോ അന്തരീക്ഷം മാറി. കാരണം എമ്പുരാൻ എന്താണ്? ഗുജറാത്ത് കലാപം 2022 BJP നേതൃത്വം കൊടുത്ത, അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ BJPയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് നിൽക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ഗുജറാത്ത് കലാപത്തിന്റെ അത്യന്തം ഭീകരമായ ആ വംശീയമായ ആ കലാപത്തിന്റെ ഉള്ളടക്കങ്ങളെ എമ്പുരാൻ പുറത്തു കൊണ്ടുവന്നു. മുന്ന എന്ന കഥാപാത്രത്തിലൂടെ എന്താണ് വംശീയ രാഷ്ട്രീയമെന്നും ഇന്ത്യൻ ഫാഷിസം എന്നും ഇന്ത്യൻ ഫാഷിസത്തിന്റെ വർണ്ണ പകർച്ചകൾ എന്താണ് എന്നും മുന്ന എന്ന കഥാപാത്രത്തിലൂടെ കൃത്യമായി അവതരിപ്പിച്ചപ്പോ അത് വർഗീയ ഫാഷിസത്തിനെതിരെയുള്ള നല്ല ഒരു അതിശക്തമായ ഒരു സിനിമയായിട്ട് കേരളത്തിന്റെ തിയേറ്ററുകൾ ഏറ്റുവാങ്ങി. തിയേറ്ററുകളിൽ നിന്ന് കോടികളാണ് കിട്ടിയത്. ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ഒഴുകി. അവസാനം എന്ത് ചെയ്തു? സെൻസർ ബോർഡ് പിടികൂടി. എന്നിട്ടോ പിടികൂടിയിട്ട് 24 സ്ഥലത്ത് കത്രിക വെച്ചു. അതിന്റെ ഫലം എന്താ? 24 സ്ഥലത്ത് കത്തിക വെച്ച് പിന്നീട് അത് തിയേറ്ററിലേക്ക് വന്നപ്പോ അതിന് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടായി. അതായത് എന്നാ സിനിമ ഒന്ന് കണ്ടിട്ടേ അടങ്ങൂ. അങ്ങനെ പാതിരാവിൽ 24 മണിക്കൂറും തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ് എമ്പുരാൻ. ഈ രണ്ട് സിനിമകൾ നമുക്ക് നൽകുന്ന പാഠം എന്താ? ഒന്ന് വർഗീയ ഫാഷിസം, വംശീയത, വെറുപ്പ്, വിദ്വേഷം, ധ്രുവീകരണം, മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ്. കേരളം അത് അംഗീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം അത് സ്വീകരിക്കില്ല. എമ്പുരാൻ സിനിമയോ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വിഭജന അജണ്ടയുമായി കേരളത്തിലേക്ക് വരരുത്. അത് തുറന്നു കാണിച്ച വർഗീയ ഫാസിസത്തെ തുറന്നു കാണിച്ച എമ്പുരാൻ സിനിമയെ കേരളത്തിന്റെ ജനത സ്വീകരിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മുന്നയുടെ പണിയെടുത്ത CPMന്റെ നേതാക്കന്മാർ എന്നിട്ട് 3-ാം തീയതി വരെ അധികാര തുടർച്ച ഉണ്ടാവും, ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ ഓർക്കണം, തിയേറ്ററുകളിൽ നിന്ന് ദ കേരള സ്റ്റോറിയെ പുറത്താക്കിയ കേരളത്തിന്റെ ജനത അധികാരത്തിൽ നിന്ന് പിണറായിയുടെ ഭരണകൂടത്തെ പുറത്തെറിഞ്ഞതായി വിവരമായിരുന്നു ഈ 4-ാം തീയതി നമുക്ക് കിട്ടിയത്. ഇതാണ് കേരളത്തിന്റെ പൊതുബോധം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരളം ഒരിക്കലും തന്നെ ഈ വിദ്വേഷ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാരുടെ അജണ്ടയാണ്? എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ പ്രത്യേകം ആലോചിക്കണം.
ഇതാരുടെ അജണ്ടയാണ്? ഇത് RSSന്റെ അജണ്ടയാണ്. ഫാസിസ്റ്റുകളുടെ കേരള അജണ്ട മനസ്സിലാക്കി അതിന് സൗകര്യം ചെയ്യും വിധം കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നവരെ പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടി ശക്തമായി ഉന്നയിച്ച ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങളിലും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലും ഞങ്ങളുടെ ലഘുലേഖകളിലും വീട് വീടാന്തരം കയറി ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനുകൾ ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലേക്ക് BJP വരുന്നു, BJPക്ക് വരാൻ ആവശ്യമായ സൗകര്യം CPM ഒരുക്കി കൊടുക്കുന്നു, BJPയെ തടയാൻ CPMനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിന് കിട്ടിയ അംഗീകാരമാണ് മെയ് 4-ൽ ഞങ്ങൾക്ക് മെയ് 4-ലെ റിസൾട്ട്. UDF 102 സീറ്റിൽ വിജയിക്കുമ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുന്നത്, ഞങ്ങൾ സന്തോഷിക്കുന്നത് RSSന്റെയും BJPയുടെയും അജണ്ടയുടെ തുടർച്ചയ്ക്ക് അന്ത്യം കുറിക്കാനും ഇനിയും മുന്നണിയിൽ അധികാരമില്ലാത്ത കേരളത്തിലെ സർക്കാരിന്റെ അകത്ത് പോലീസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന RSSന്റെ ആത്മവിശ്വാസത്തിന് പരിക്കേൽപ്പിക്കാനും സാധിച്ചു എന്നതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊരു ആഘോഷിക്കുന്നത്, അത് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കേരളത്തോടുകൂടി പറയുന്നത്. കാരണം ഞങ്ങള് RSSന്റെ അജണ്ട മനസ്സിലാക്കിയിട്ടാ. RSSന് കേരളത്തിൽ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, RSSന്റെ കേരളത്തിൽ അജണ്ട ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് തന്നെയാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കുഴപ്പമുണ്ടാവണം. അതിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ കാസ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ഇടയിൽ കുഴപ്പമുണ്ടാവണം. അതിനെന്ത് വേണം? വെള്ളാപ്പള്ളി നടേശൻ. അതിനുവേണ്ടി ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കി, BDJS. അതൊരു ഫേക്ക് പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈഴവ വോട്ടുകളെ BJPയിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലം മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കേരളത്തിലുടനീളം നടന്നു പ്രസംഗിച്ചു. കേരളത്തിലുടനീളം അദ്ദേഹം നടന്നു പ്രസംഗിച്ചത് മുസ്ലിം വെറുപ്പ് മാത്രമായിരുന്നു. അങ്ങനെ വെറുപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ആ ഈഴവ സമുദായത്തിന്റെ വോട്ട്, തങ്ങളുടെ അനുയായികളുടെ വോട്ട് BJPയിലേക്ക് എത്തിക്കുമ്പോ ആ വോട്ട് ആരുടേതായിരുന്നു? കേരളത്തിൽ CPMന്റെ വോട്ടായിരുന്നു. എന്റെ സഖാക്കൾ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ എത്ര അബദ്ധപൂർണമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലാണ് പെട്ടുപോയത്. RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിലാണ് കേരളത്തിലെ ഒരു ഉത്ബുദ്ധ സമൂഹം പെട്ടുപോയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ആ വോട്ട് BJPയിലേക്ക് എത്തി. ആ വെള്ളാപ്പള്ളി നടേശന്റെ വെറുപ്പ് പ്രഭാഷണങ്ങളെ മഹത്വവൽക്കരിച്ച് സ്വന്തം കാറിലും തോളിലും കൊണ്ടു നടന്ന CPM എന്ത് സംഭവിച്ചു? CPMന്റെ ആ സമുദായത്തിന്റെ ആ വലിയ CPMന്റെ ഒരടിത്തറയായിരുന്ന വോട്ട് ബാങ്കിൽ നിന്ന് കേരളത്തിൽ 15% വോട്ടുകൾ BJPയിലേക്ക് ഒഴുകി. നിങ്ങളുടെ ദലിത് വോട്ടുകൾ പോയത് UDFയിലേക്കാണ്. പക്ഷേ ഈ വോട്ട് മുഴുവനും അങ്ങോട്ട് പോയി. കേരളത്തിൽ RSS ആഗ്രഹിക്കും വിധം അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നിങ്ങളുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ നടക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് നിങ്ങൾ ആരംഭിച്ച ക്യാമ്പയിനുണ്ട്. എന്താ? ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ. UDF എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ഗ്രൂപ്പാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കും, മുസ്ലിങ്ങളല്ലാത്തവരൊക്കെയും LDFനെ പിന്തുണക്കണം. ഇതായിരുന്നു നിങ്ങളുടെ ധ്രുവീകരണ വിഭജന അജണ്ട. നിങ്ങൾ നരേറ്റീവ് അതായിരുന്നു. ഈ നരേറ്റീവ് ആർക്കാവശ്യമുള്ള നരേറ്റീവാണ്? RSSന് ആവശ്യമുള്ള നരേറ്റീവാണ്. RSSന്റെ നരേറ്റീവ് മതനിരപേക്ഷ കേരളം തോൽപ്പിച്ച് പുറത്താക്കും. പക്ഷെ നിങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഞങ്ങൾ ഇന്നും നിങ്ങളെക്കുറിച്ച് മതേതര പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ കരുതലും ശ്രദ്ധയുമാണ്. അങ്ങനെയുള്ള ഒരു മതേതര പാർട്ടി ഈ RSSന്റെ പണിയെടുത്തു. അവസാനം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ എന്ത് പറഞ്ഞു? UDF ജയിച്ചാൽ ലീഗ് ഭരിക്കുമെന്നും UDF ഭരിച്ചാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും എന്നും നിങ്ങൾ പറഞ്ഞതെന്തിനാ? ഇത് തന്നെയല്ലേ മുസ്ലിം പേടി എന്ന് പറഞ്ഞാൽ? ഇത് തന്നെയല്ലേ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ? മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ അധികാരത്തിലെത്തുകയും ആ അധികാര തുടർച്ച സൃഷ്ടിക്കുകയും ചെയ്യുന്ന RSSന്റെ അജണ്ട എങ്ങനെയാണ് CPMന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നരേറ്റീവായിട്ട് മാറുന്നത്? ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചോ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു, ഞങ്ങൾക്കറിയാം
ഇത് കേരള സ്റ്റോറിയെ തിയേറ്ററിൽ നിന്ന് പുറത്താക്കിയ കേരളത്തിന്റെ ജനത, എംബ്രാനെ സ്വീകരിച്ച കേരളത്തിന്റെ ജനത ഈ വിഭജന രാഷ്ട്രീയവുമായിട്ട് RSSന്റെ വിഭജന രാഷ്ട്രീയവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും മുന്നമാരെ തിരിച്ചറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ LDFന്റെ അധികാര തുടർച്ച അത് കേരളത്തിന് ആപത്താണ് എന്നും കേരളത്തിലെ ജനതയോട് ഞങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ ഞങ്ങളുടെ കേരളത്തോട് ഞങ്ങൾ കൃത്യതയുള്ള രാഷ്ട്രീയം പറഞ്ഞപ്പോ കേരളത്തിലെ ജനത അത് സ്വീകരിച്ചു. അവര് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ഏറ്റു പറയേണ്ടി വന്നു. നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മാധ്യമങ്ങളൊക്കെ 4-ാം തീയതിക്ക് ശേഷം പിന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവരുടെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു ബബ്ബയാണ്. പക്ഷേ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ മാധ്യമങ്ങളൊക്കെ കേരളത്തിന്റെ ഈ സോഷ്യൽ ഫാബ്രിക്കുമായി ബന്ധപ്പെട്ട് RSS അജണ്ടയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, ഇതാണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം. ഇതാണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം. ഞാൻ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ എന്നിട്ടും BJP 3 മണ്ഡലങ്ങളിൽ വിജയിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, BJP സെക്കൻഡ് പൊസിഷനിലെത്തുന്ന 9 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. എത്തിയിട്ടുള്ള പാർലമെന്റ് ജയിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ ആ ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ 2021 കിട്ടിയതിനേക്കാളും 5% വോട്ട് അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അവർ ജയിച്ചത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഓർക്കണം, അവർ ജയിച്ചത് എവിടെയാണ്? അവർ ജയിച്ചത് CPMന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ്. അവർ ജയിച്ചത് CPMന്റെ മന്ത്രിമാരടക്കം നേരത്തെ വിജയിച്ച സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ്. CPMന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ് BJP ജയിച്ചത്, അല്ലേ? തിരുവനന്തപുരത്ത് 2 മണ്ഡലം, അതേപോലെ തന്നെ കൊല്ലത്തൊരു മണ്ഡലം. ഈ 3 മണ്ഡലമാരുടേതാ CPMന്റെ മണ്ഡലമാണ്. CPMന്റെ മണ്ഡലത്തിൽ CPMനെ തോൽപ്പിച്ചുകൊണ്ട് BJP വിജയിക്കുമ്പോ അവിടെ ആരുടെ വോട്ടാ കുറഞ്ഞത്? CPMന്റെ വോട്ടിനെ കുറഞ്ഞത്. നിങ്ങൾ കണക്ക് വെച്ച് പഠിക്ക്. CPMന്റെ വോട്ട് കുറഞ്ഞു, UDFന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല. UDFന്റെ വോട്ട് കുറഞ്ഞാൽ നിങ്ങൾക്ക് പറയാമായിരുന്നു UDFന്റെ വോട്ട് BJPയിലേക്ക് പോയതാ ഞങ്ങൾ തോറ്റ്. ഈ 3 മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടി പിന്തുണച്ചത് LDFനെയാണ്. കാരണം LDF ആണ് അവിടെ ശക്തി. അവിടെ UDFന് ജയിക്കാൻ കഴിയില്ല. പക്ഷേ UDFന്റെ വോട്ട് ശതമാനം വർദ്ധിക്കുകയും LDFന്റേത് കുറയുകയും ആ കുറഞ്ഞത് BJPയിൽ വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. CPMന്റേത് കുറഞ്ഞത് ഇടതുബോധമുള്ള CPMമാർ UDFന് വോട്ട് കൊടുത്തു. അതെങ്ങനെ സംഭവിച്ചു? ഇപ്പുറത്തോ ബാക്കി വോട്ട് BJPയിലേക്ക് പോയി. എന്തുകൊണ്ട് പോയി? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തോളിലേക്ക് നടന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം നടത്തിയ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഫലം നിങ്ങളുടെ വോട്ട് ബാങ്കിൽ നിന്ന് സ്വാഭാവികമായ ഒരു സൈലന്റ് ഫ്ലോ നടന്നിട്ടുണ്ട് BJPയിലേക്ക്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുന്ന വിഭജന രാഷ്ട്രീയം അതിന്റെ തന്നെ വക്താക്കളായ BJPക്കാണ് ആത്യന്തികമായി അതിന്റെ ഗുണം കിട്ടുക. ഒരു മതേതര പാർട്ടിക്ക് കിട്ടില്ല എന്ന കാര്യം കേരളത്തിൽ 10 വർഷമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, RSSന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അതെന്താ? LDF UDF 2 മതേതര മുന്നണികൾ LDFന് അധികാര തുടർച്ചയിലൂടെ തകർക്കുക, UDFന് അധികാരത്തിൽ മാറ്റി നിർത്ത് പൊളിക്കുക. 2 മുന്നണിയും പൊളിയുമ്പോ LDFന് കയറി വരാം. ഇത് സമ്മതിക്കരുത് എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിലെ ജനതയോട് പറഞ്ഞത്. കേരളത്തിലെ ജനത അത് കേട്ടു. ജനങ്ങളോട് തീർച്ചയായിട്ടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളത് കേട്ടു. രണ്ടാമത്, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുക. കൃത്യമായി ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന CPMന്റെ രാഷ്ട്രീയ അജണ്ടയും RSSന്റെ അജണ്ടയും എവിടെ ഒന്നാകുന്നുവെന്ന് കേരളീയ സമൂഹത്തെ ഞങ്ങൾ ബോധവൽക്കരിച്ചു. ജനങ്ങളോട് പറഞ്ഞു. അവരത് കേട്ടു, അവർ പ്രതികരിച്ചു. അതുകൊണ്ട് ഇനി RSSനും LDFനും അധികാര തുടർച്ചയിലൂടെ കേരളത്തെ തീരെഴുതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് കേരളത്തിന്റെ ഫാഷിസ വിരുദ്ധ പൊതുബോധം അത് വോട്ടായിട്ട് അവരും പ്രതികരിച്ചു. ഇതായിരുന്നു അവരുടെ അജണ്ട. ഈ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്.
3 സ്ഥലത്ത് അവർ വിജയിച്ചത് വെൽഫെയർ പാർട്ടി ഗൗരവത്തിലെടുക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ RSSനും BJPക്കും ലഭിച്ച MLA-മാരുടെ എണ്ണം, ആ 3 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0യിലേക്ക് കൊണ്ടുപോകാനുള്ള ഫാഷിസ വിരുദ്ധ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ജാഗ്രതയായിട്ടുണ്ടാവും. ഇവിടെയുള്ള മതേതര മുന്നണികളോടും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് എനിക്ക് അധികാരത്തിലെത്തിയ UDF-ന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, തീർച്ചയായിട്ടും ഇവിടെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ നാളിതുവരെ ശീലിച്ചു പോന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സമുദായ നേതാക്കന്മാരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ആ ലജ്ജാകരമായ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണത്. ജനങ്ങള് അത്തരം സമുദായ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയൊക്കെ ചവറ്റുകൊട്ടയിൽ അവരുടെ കൂടി പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം. പകരം കേരളത്തിലെ ജനത തീരുമാനിച്ചു, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്, കേരളത്തിന്റെ മതനിരപേക്ഷത, കേരളത്തിന്റെ ജനാധിപത്യം, കേരളത്തിന്റെ സ്വാതന്ത്ര്യം, കേരളത്തിന്റെ പൗര രാഷ്ട്രീയം അത് വീണ്ടെടുക്കാൻ LDF വരണ്ട എന്നവരങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് ആ ഒരു രാഷ്ട്രീയം, ഫാഷിസത്തിനെതിരായ രാഷ്ട്രീയം, ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തെയും ഊട്ടിയുറപ്പിക്കുന്ന രാഷ്ട്രീയം, അത് നവോത്ഥാന മൂല്യങ്ങൾ, ആ നവോത്ഥാന മൂല്യങ്ങൾ മുന്നോട്ട് വെച്ച സഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകും. കേരള ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കല്ല നിങ്ങൾ വേണ്ടത്. എന്തിനാണ് ഈ ജനത LDF-നെ തോൽപ്പിച്ചത്? അത് നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചിട്ട് കേരളത്തിലെ അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ്, പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനായ VD സതീശൻ, അദ്ദേഹം നിലപാടുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങന്റെ നിലപാടാണ് ജനങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിച്ചതെങ്കിൽ ആ നിലപാട് താങ്കളുടെ ഭരണപ്രയോഗങ്ങളിൽ ഉണ്ടാവണം. താങ്കൾ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നതിൽ താങ്കൾ അഭിനന്ദിക്കുന്നതോടൊപ്പം അത്തരം ഒരു പൊളിറ്റിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി താങ്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു, കേന്ദ്ര ഭരണകൂടത്തിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് മുമ്പിൽ പിണറായി വിജയൻ മുട്ട് കുത്താൻ പറഞ്ഞപ്പോ കിടന്നുരുണ്ടതുപോലെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാഷിസത്തിന്റെ ആ ഫാഷിസത്തിന് വെല്ലുവിളികളെ ഉയർത്തിക്കൊണ്ട്, ഫാഷിസം ഫെഡറൽ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് ഈ കേരളത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തെ, ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർത്ത് കേരളത്തിന്റെ മേൽ ആധിപത്യത്തിന് വരുമ്പോ അതിനെ തടഞ്ഞു നിർത്താൻ താങ്കൾ ഉണ്ടാവണം. എങ്കിൽ കേരള ജനത മുഴുവനും താങ്കളോടൊപ്പം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ്, പോലീസിന് RSSൽ നിന്ന് തിരിച്ചു പിടിക്കണം. കേരളത്തിന്റെ ഭരിക്കുന്ന UDF-ന്റെ ബഹുമാനപ്പെട്ട മന്ത്രി, ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, താങ്കളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, ജാഗ്രത ഉണ്ടാവണം. തീർച്ചയായിട്ടും RSSന്റെ ഉത്തരവാദപ്പെട്ട് അവർ നിയമിച്ച പലരും കീ പോസ്റ്റുകൾ ഉണ്ട്. അവരിൽ നിന്ന് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ തിരിച്ചു പിടിക്കണം. അങ്ങനെ മതേതര മുന്നണികൾ ഭരിക്കുമ്പോൾ RSSന് ഒരു സ്പേസ് കൊടുക്കരുത്, തിരിച്ചു പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജാഗ്രതയുണ്ടാവണം. ഒപ്പം ഞങ്ങൾ പറയുന്നു, വെൽഫെയർ പാർട്ടിയുടെ നിലപാട് ക്രിയാത്മകമായിരിക്കും. ആ ക്രിയാത്മകമായ നിലപാട്, രചനാത്മകമായ നിലപാട് ഈ ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകും. ഈ ഗവൺമെന്റ് എപ്പോഴാണോ ജനപക്ഷത്ത് നിന്ന് മാറി നിൽക്കുന്നത്, അന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സാമൂഹ്യ നീതിയുടെ, സാമൂഹ്യ സമത്വത്തിന്റെ, സാഹോദര്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച്, ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ജനപക്ഷത്തായിരിക്കും. ജനപക്ഷത്തെ ഉപേക്ഷിച്ച് എപ്പോഴാണോ ഈ ഗവൺമെന്റ് മാറിപ്പോകുന്നത്, അന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിപക്ഷമായി വെൽഫെയർ പാർട്ടി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്നുകൂടി താക്കീതൊന്നുമല്ല, ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ ദൗത്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ വർഗീയ ഫാഷിസത്തിനെതിരായ
അസമത്വത്തിന്റെയും അനീതിയുടെയും ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചറിനെതിരായ, ജാതി വ്യവസ്ഥക്കെതിരായ, സാമൂഹ്യ നീതിക്കും സാമൂഹ്യ സമത്വത്തിനും നവോത്ഥാന നേതാക്കന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച സാഹോദര്യ രാഷ്ട്രീയത്തിനും, ആ സാഹോദര്യ രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ രാഷ്ട്രീയ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളെ ഇவ்விதം അഭിസംബോധന ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടകൾ അത് കൃത്യമായി ഏറ്റെടുത്ത മാധ്യമ സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ ഇവിടുത്തെ വോട്ടർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയ പിന്തുണ, ആ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നിലപാടുകൾ അത് ഭരണ നിർവഹണത്തിൽ ഉണ്ടാവണമെന്ന് ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.